ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു അവർ വർക്ക്. ഇന്ന് നമ്മൾ ആനിമേഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ആനിമേഷൻസിനകത്ത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് നോട്ട്സ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതിനകത്ത് ആദ്യം നമ്മൾ കീ ഫ്രെയിംസ് എന്താണെന്ന് പഠിക്കും. പിന്നെ ആനിമേഷൻ നെയിം കൊടുക്കുന്നത് എന്താണ്, ഇത് രണ്ടും നമ്മൾ ചെയ്യുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യും. മൂന്നാമത് ആനിമേഷൻ ഡ്യൂറേഷൻ എന്താണ്, അതായത് എത്ര സമയം ഒരു ആനിമേഷൻ നിൽക്കും എന്നുള്ളതാണ് ആനിമേഷൻ ഡ്യൂറേഷൻ. ആനിമേഷൻ ഡിലേ എന്ന് പറയുന്നത് ഒരു ആനിമേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ എത്ര സമയത്ത് ഡിലേ വരും. ആനിമേഷൻ അൾട്രേഷൻ കൗണ്ട് എന്ന് പറയുന്നത് എത്ര സമയത്തേക്ക് ആനിമേഷൻ റൺ ചെയ്യണം. ആനിമേഷൻ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആനിമേഷൻ ഫോർവേഡ് പോകണോ ബാക്ക്വേർഡ് പോകണോ അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് സൈക്കിളിൽ പോകണോ എന്നുള്ളതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അതിന് കുറച്ച് വാല്യൂസ് ഉണ്ട്, ആ വാല്യൂസ് എന്തൊക്കെയാണെന്ന് പഠിക്കും. പിന്നെ നമ്മൾ ആനിമേഷൻ ടൈമിംഗ് ഫംഗ്ഷൻ എന്താണെന്ന് പഠിക്കും. അതായത് ആനിമേഷൻ ടൈമിംഗ് ഫംഗ്ഷൻസിനകത്ത് ഏത് മോഡിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ആനിമേഷൻ ഫിലിം മോഡ്, അതായത് ആനിമേഷൻ കഴിഞ്ഞതിന് ശേഷം ഏത് സ്റ്റേറ്റിൽ വേണം ആ പർട്ടിക്കുലർ എലിമെന്റ് റീറ്റെയിൻ ചെയ്യുക ആനിമേഷൻ്റെ സ്പേസ് എന്നുള്ളത് പഠിക്കും. ഇത്രയായിരിക്കും നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നത്. അപ്പം ഇതിനകത്ത് ആദ്യം ഞാൻ ബൗൺസിങ് ബോളിൻ്റെ എക്സാമ്പിളാണ് എടുത്തിരിക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് ബോൾ ക്രിയേറ്റ് ചെയ്യാം, അതിൻ്റെ CSS എഴുതാം. ഞാൻ വിഡ്ത്ത് 100 പിക്സൽ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഹൈറ്റും ഒരു 100 പിക്സൽ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബോർഡർ റേഡിയസ് എന്നുള്ളത് 50% കൊടുക്കും. അതായത് നമ്മുടെ ഒരു സർക്കിൾ ഷേപ്പിൽ ഈ പർട്ടിക്കുലർ div വരാൻ വേണ്ടിയിട്ടുള്ളതാണിത്. ഒരു കളർ ചൂസ് ചെയ്ത് കൊടുക്കാം. ആകുമ്പോഴത്തേക്കും നമുക്കൊരു ബോൾ ഷേപ്പിലൊരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇനിയുള്ളത് ബോക്സ് ഷാഡോ. ഇത്രയും ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബോൾ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബോളിനകത്ത് നമ്മൾ എങ്ങനെയാണ് ആനിമേഷൻ മൂവ് ചെയ്യുക എന്നുള്ളത് ഗെറ്റ് കീ ഫ്രെയിംസ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ കീവേഡ് വെച്ചിട്ട് നമ്മൾ ബൗൺസ് എന്ന് പറഞ്ഞൊരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ആനിമേഷൻ്റെ പേര് ബൗൺസ് എന്നാണ്. അതിനുശേഷം ഇതിനകത്ത് ഫ്രം എവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ടു എവിടെ അവസാനിക്കണം എന്നുള്ളതാണ് ഫ്രം ആൻഡ് ടു എന്ന് ഉദ്ദേശിക്കുന്നത്. ഫ്രമിനകത്ത് നമ്മൾ ട്രാൻസ്ലേറ്റ് 3D 0 ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് 0th പൊസിഷനിൽ നിന്നാണ്. അത് എൻഡ് ചെയ്യുന്നത് ട്രാൻസ്ഫോം ചെയ്യുന്നത് എങ്ങോട്ടുള്ളതാണ് അതാണ് നോക്കാം. ട്രാൻസ്ഫോം ഇവിടെ നമ്മൾ y ആക്സിസിൽ 200 പിക്സൽ കൊടുത്തു, x ആക്സിസ് 0 ആക്കി വെച്ചു, z ആക്സിസും x ആക്സിസും 0 ആക്കി വെച്ചു. അങ്ങനെ 0 200 പിക്സൽ 0 അങ്ങനെ കൊടുത്തിട്ടുണ്ട്.
ഇത്രയും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രം പോരാ. ഇവിടെ വന്നിട്ട് ആനിമേഷൻ്റെ പേരെന്നുള്ളത് നമ്മൾ കൊടുക്കണം. ഇവിടെ ഫങ്ഷൻ കൊടുത്തു. വർക്ക് ചെയ്യേണ്ടതാണ്. ആനിമേഷൻ ഡ്യൂറേഷൻ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ്. ആനിമേഷൻ ഡ്യൂറേഷൻ എന്ന് പറയുന്ന സംഭവം നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആനിമേഷൻ വർക്ക് ആവാത്തതിന് തുല്യമാണ്. നമ്മൾ ഏറ്റവും വലിയ എക്സാമ്പിൾ ഇപ്പം ഞാൻ അത് കൊടുക്കാൻ മറന്നുപോയി കഴിഞ്ഞപ്പോൾ ആനിമേഷൻ വർക്കായില്ല. ഒരു ആനിമേഷൻ എത്ര ഡ്യൂറേഷൻ വർക്ക് ആവണമെന്നുള്ളതാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ആനിമേഷൻ കൗണ്ട് എന്ന് പറയുന്നത് 2 seconds കൊടുത്തു. ഇനി ഞാൻ ആനിമേഷൻ ആൾട്രേഷൻ കൗണ്ട് എന്ന് പറയുന്നത് 5 കൊടുക്കണം. ആൾട്രേഷൻ കൗണ്ട് 5 കൊടുത്തു കഴിഞ്ഞാൽ 5 കൊടുത്തിട്ട് റിഫ്രഷ് ചെയ്യണം. 1 2 3 4 5 ടൈംസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആനിമേഷൻ സ്റ്റോപ്പ് ആയി. അങ്ങനെ ആനിമേഷൻ ആൾട്രേഷൻ കൗണ്ട് എത്ര ടൈം ആനിമേഷൻ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളത്. ആനിമേഷൻ ഡ്യൂറേഷൻ എത്ര സമയം ആനിമേഷൻ നിൽക്കണം എന്നുള്ളത്. പിന്നെ ആനിമേഷൻ നെയിം ബൗൺസ് എന്ന് പറയുന്നത് ഈ കീ ഫ്രെയിംസിൽ നമ്മൾ കൊടുക്കുന്ന പേരാണ് ആനിമേഷൻ ബൗൺസ് എന്നുള്ളത്. ഈ ആനിമേഷൻ ഡയറക്ഷൻ ഇത് നോർമൽ ഉണ്ട്, ആൾട്ടർനേറ്റ് ഉണ്ട്, റിവേഴ്സ് ഉണ്ട്. നമുക്ക് റിവേഴ്സ് ഡയറക്ഷൻ പോകാൻ എന്ത് സംഭവിക്കാൻ നോക്കാം. ഇവിടെ വീണ്ടും ഞാൻ ബാക്ക് ടു ഇൻഫിനിറ്റ് കൊടുക്കുകയാണ്. താഴെ മേളിൽ നിന്ന് കണ്ടോ, ബോട്ടമിൽ നിന്ന് മേലോട്ട് വരുന്ന പോലെ റിവേഴ്സ് ഡയറക്ഷൻ പറയുന്നത്. രണ്ടാമത് ആൾട്ടർനേറ്റീവ് റിവേഴ്സ്, ആൾട്ടർനേറ്റ് ഡയറക്ഷൻ വരുമ്പോൾ മേളിൽ നിന്ന് താഴോട്ട് വരും, താഴെ നിന്ന് മേലോട്ട് പോകും. മേളിൽ നിന്ന് താഴോട്ട് വരും, ഇതാണ് നമ്മൾ നോക്കിക്കേ, മേളിൽ നിന്ന് താഴോട്ട് വരുന്നു, താഴെ നിന്ന് മേളിലേക്ക് പോകുന്നു. ആൾട്ടർനേറ്റീവ് റിവേഴ്സ് കൊടുക്കാം. വലിയ വ്യത്യാസം നമുക്ക് ആൾട്ടർനേറ്റീവ് റിവേഴ്സ് നമുക്ക് തുടങ്ങാൻ പറ്റത്തില്ല. ഒന്നുകൂടെ റിഫ്രഷ് ചെയ്ത് നോക്കാം. റിഫ്രഷ് ചെയ്യുമ്പോഴാണ് താഴെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മേലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് പകരം താഴെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റിവേഴ്സ് ഡയറക്ഷനിൽ നിന്നായിരിക്കും അത് സ്റ്റാർട്ട് ആവുന്നത്. അതാണ് ആൾട്ടർനേറ്റീവ് റിവേഴ്സ് എന്ന് പറയുന്നത്. റിവേഴ്സ് ഡയറക്ഷനിൽ സ്റ്റാർട്ട് ചെയ്യും, അതിനുശേഷം കണ്ടിന്യൂ ചെയ്യുന്നത് ആൾട്ടർനേറ്റീവ് ആയിട്ടായിരിക്കും. ഇനിയുള്ളത് നോർമലാണ്. നോർമൽ റിവേഴ്സ് ഇൻഹെറിറ്റ് അൺസെറ്റ്. ഞാൻ ആൾട്ടർനേറ്റീവ് ആയിട്ട് കൊടുക്കുകയാണ്. ആൾട്ടർനേറ്റീവ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ബൗൺസിങ് സ്റ്റേറ്റിൽ വന്നു. ഇനിയുള്ളതെന്ന് പറയുന്നത് ആനിമേഷൻ ഡിലേ, ആനിമേഷൻ ടൈമിംഗ് ഫംഗ്ഷൻ ആണ്. ആനിമേഷൻ ടൈമിംഗ് ഫംഗ്ഷൻ നമുക്ക് ഈസ് ഇൻ ഈസ് ഔട്ട് ഉണ്ട്. ഇത് നമ്മൾ ട്രാൻസിഷനകത്ത് പഠിച്ചതുപോലെ തന്നെ ഈസ് ഇൻ ആക്കും. ഈസ് ഇൻ നിന്ന് സ്ലോലി സ്റ്റാർട്ട് ചെയ്യുക.
റിഫ്രഷ് ചെയ്ത് കാണിച്ചു തരാം. സ്ലോലി സ്റ്റാർട്ട് ചെയ്യും, അത് കഴിഞ്ഞ് പിന്നെ നോർമൽ സ്പീഡായിരിക്കും. ഈസ് ഔട്ട് എന്ന് പറഞ്ഞാൽ സ്ലോലി എൻഡ് ചെയ്യാം. എൻഡില്ല. ഈസ് ഇൻ ഈസ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോലി സ്റ്റാർട്ട് ചെയ്യുക, സ്ലോലി എൻഡ് ചെയ്യുക. ഈ ആനിമേഷനകത്ത് നമുക്ക് വലിയൊരു വ്യത്യാസം അതിനകത്ത് കാണാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ട്രാൻസിഷൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റും. ട്രാൻസിഷനകത്ത് 0% അല്ല കൊടുക്കുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മൾ ട്രാൻസ്ലേഷൻ ആനിമേഷൻ ഫിൽ മോഡാണ്. ഫിൽ മോഡ് എന്ന് പറയുന്നത് ഞാനത് ബാക്ക്വേർഡ്സ്, ബോത്ത്, ഫോർവേഡ്സ് ഇത് രണ്ടും കാണിക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഫോർവേഡ്സ് ഇട്ടിട്ട് റിഫ്രഷ് ചെയ്ത് കാണിക്കാൻ പോവാം. ഫോർവേഡ് ഇട്ട് കഴിഞ്ഞപ്പം അത് കണ്ടോ, ലാസ്റ്റിൽ എവിടെയാണോ ആനിമേഷൻ നിന്നത് ആ ആനിമേഷനിലോട്ടായിരിക്കും അത് വരിക, അല്ലാതെ വരിക. ബാക്ക്വേർഡ് ഇട്ട് കഴിയുമ്പോൾ ആനിമേഷൻ എവിടെ സ്റ്റാർട്ട് ചെയ്തോ അവിടെ വരും. ബോത്ത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും അത് ബാക്കിലോട്ട് തന്നെയാണ് പോകുന്നത്. ബോത്ത് ഇട്ടിട്ട് ഞാൻ റിവേഴ്സ് അടിക്കാൻ പോവാണ്. 1 2 3 4 5 എവിടെ സ്റ്റോപ്പ് ചെയ്തോ അത് അവിടെ തന്നെ വന്ന് നിൽക്കും. അതാണ് ബോത്ത് ഇടുമ്പോഴും ഫോർവേഡ്സ് ഇടുമ്പോഴും നമ്മൾ കാണുന്നത്. എവിടെ എൻഡ് ചെയ്തോ അവിടെ തന്നെ വന്നിരിക്കും. തിരിച്ച് ബാക്ക് ടു നോർമൽ പൊസിഷൻ വരത്തില്ല. പക്ഷെ നമ്മൾ ബാക്ക്വേർഡ് ഇടുകയാണെങ്കിൽ എവിടാണോ അത് സ്റ്റാർട്ട് ചെയ്തത് ആ സ്റ്റാർട്ട് ചെയ്ത പൊസിഷനിലോട്ട് അത് പോയി നിൽക്കും. സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവിടെ നിന്നാണ് 5 തവണ റിപ്പീറ്റ് ചെയ്തതിന് ശേഷം ഇത് ഇവിടെ തന്നെ വന്ന് നിൽക്കും. ഇനി ആനിമേഷന്റെ ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടി ആണുള്ളത്. ആദ്യം നമ്മൾ ആനിമേഷൻ നെയിം ആണ് വരുന്നത്, ബൗൺസ്. അതിനുശേഷം ആനിമേഷൻ ഡ്യൂറേഷൻ. അതിനുശേഷം വരുന്നത് ആനിമേഷൻ ആൾട്ടർനേറ്റീവ്. അതിനുശേഷം വരുന്നത് ആനിമേഷൻ ഫിൽ മോഡാണ്. അതിനുശേഷം ആനിമേഷൻ ടൈമിംഗ് ഫംഗ്ഷൻ. ഞാൻ റിഫ്രഷ് ചെയ്ത് ഞാനിവിടെ ആനിമേഷൻ ടൈമിംഗ് ഫംഗ്ഷൻ ഉള്ളത് 2 ആക്കിയതിന് ശേഷം റിഫ്രഷ് ചെയ്യണം. 1 2 അടിച്ച് കഴിയുമ്പോൾ 1 2 അടുത്ത് ആൾട്ടർനേറ്റീവ് ആണ്. 1 to 2 ഡയറക്ഷനിലേക്ക് അത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് ഇത്രയും കൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആനിമേഷന്റെ ബേസിക്സ് നമ്മളിവിടെ കവർ ചെയ്ത് കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുള്ളത് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്